KSRTCയിൽ കണ്ടക്ടർ തസ്തികയിലേക്ക് നിയമന ശുപാർശ ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ഇന്ന് ഹാജരാകും. 4 ബാച്ചുകളിലായാണ് ഉദ്യോഗാർത്ഥികളോട് KSRTC ആസ്ഥാനത്ത് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട് PSC ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ ഹൈക്കോടതി നൽകിയ കാലപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് KSRTCയുടെ നടപടി. പുതുതായി നിയമിക്കുന്ന 4051 പേരോടാണ് ഇന്ന് KSRTC ആസ്ഥാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 4 ബാച്ചുകളിലായി ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ ഡിപ്പോകളിലേക്ക് നിയോഗിക്കും. 2 ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസ് നൽകും. ടിക്കറ്റിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള ക്ലാസും നൽകിയതിനു ശേഷം നിലവിലെ കണ്ടക്ടർമാർക്കൊപ്പം 2 ദിവസം പരിശീലനത്തിനയക്കും. അതിനുശേഷം RTOയുടെ കണ്ടക്ടർ പരീക്ഷയും പാസ്സായതിനു ശേഷമായിരിക്കും സ്വതന്ത്ര ചുമതല നൽകുക. സിറ്റി റൂട്ടുകൾ ഉൾപ്പെടെയുള്ളവയിലായിരിക്കും പുതിയ ജീവനക്കാർക്ക് നിയമനം നൽകുക. എംപാനൽ ജീവനക്കാരുടെ അതേ ശമ്പളമാണ് ഇവർക്ക് നൽകുന്നതെന്നാണ് ഇന്നലെ ടോമിൻ തച്ചങ്കരി അറിയിച്ചിരുന്നത്. എന്നാൽ നിയമപരമായുള്ള എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളവും നൽകുമെന്നാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചത്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനു ശേഷം ഇന്നലെ മാത്രം 1903 സർവീസുകളാണ് മുടങ്ങിയത്. കൂടുതൽ സർവീസുകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് KSRTC. ഇതിന്റെ ഭാഗമായി സ്ഥിരം കണ്ടക്ടർമാരോട് അധിക ഡ്യൂട്ടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.